വട്ടിയൂർക്കാവ് എം.എൽ.എ. വി.കെ. പ്രശാന്തിന്റെ ഓഫീസ് ഒഴിഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ശാസ്തമംഗലം തന്നെ വാർഡ് കൌൺസിലർ ആർ. ശ്രീലേഖ രംഗത്തെത്തിയിരിക്കുകയാണ്. ഏറെ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നുപോയിരിക്കും. നമുക്കൊപ്പം കവടിയാറിലെ കൌൺസിലർ കൂടിയായിട്ടുള്ള മുൻ എം.എൽ.എ. കൂടിയായിട്ടുള്ള കെ.എസ്. ശബരിനാഥൻ നമുക്കൊപ്പം ചേരുന്നു. ഏട്ടാ, മുൻപൊന്നും ഇല്ലാത്ത ഒരു വിവാദമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് പ്രതിപക്ഷം നിലയിൽ നിന്ന്? അല്ല, ഞാനിതിനെ ആദ്യം കാണുന്നത് എൻ്റെ വീടിന് ഞാൻ താമസിക്കുന്ന ശ്രീനഗരേൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ഈ സോണൽ ഓഫീസ് ഉള്ളത്. അവിടെയാണ് കഴിഞ്ഞ 7 വർഷമായിട്ട് ശ്രീ വി.കെ. പ്രശാന്ത് എം.എൽ.എ. ഇരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് എം.എൽ.എ. ഇരിക്കുന്നത് കൗൺസിലുമായി കോർപ്പറേഷനുമായി അഗ്രിമെൻറ്റിൻ്റെ മുഖാന്തരമാണ്. അപ്പോൾ അങ്ങനെ ഒരു അഗ്രിമെൻറ്റ് നിലനിൽക്കുമ്പോൾ മറ്റൊരു കൗൺസിലർക്ക് വന്ന സ്ഥലം വേണമെന്ന് പറയുന്നത് ശരിയല്ല. തീരുമാനമെടുക്കേണ്ടത് കോർപ്പറേഷനാണ്. ഒരുപക്ഷെ കൗൺസിൽ കൂടുമ്പോഴത്തേക്കും ഇതുപോലെ സ്ഥലങ്ങൾ അഗ്രിമെൻ്റ് ഉണ്ടായിട്ടോ ഇല്ലാഞ്ഞിട്ടോ ഇവിടെ കോർപ്പറേഷൻ കൗൺസിലർമാർക്ക് ഇരിക്കേണ്ട ഓഫീസുകൾ ഇതുപോലെ ആളുകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള തീരുമാനം എടുക്കേണ്ടത് ഒരു അഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ അത് കോർപ്പറേഷനാണ്. അപ്പോൾ കൗൺസിലറിനേക്കാൾ കൂടുതൽ കോർപ്പറേഷൻ അത് ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ഈ നിഷ്പക്ഷമായി പറയുന്നത്. പക്ഷേ ഇതിൽ 2 കാര്യങ്ങളാണ് എനിക്കിവിടെ പ്രത്യേകമായി പറയാനുള്ളത്. ഒന്ന്, ഈ കോർപ്പറേഷൻ കൗൺസിലർമാർക്ക് പ്രത്യേകിച്ച് നഗരത്തിൽ ഇരിക്കാനുള്ള സംവിധാനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഭയങ്കര കുറവാണ്. ഇപ്പോൾ കവടിയാർ വാർഡിൻ്റെ നമ്മുടെ വിവേകാനന്ദ പാർക്കിനോട് ഒരു കുഞ്ഞൊരു ഓഫീസാണ്. അപ്പോൾ അവിടെ ഇരുന്ന് ഒരു കമ്പ്യൂട്ടർ വെക്കാനുള്ള സംവിധാനങ്ങൾ പോലും അവിടെ ഇല്ല. അവിടെ കവടിയാർ പാർക്കിലെ സെക്യൂരിറ്റി ചേട്ടനാണ് രാത്രി വന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പം എല്ലാ കൗൺസിലർമാരുടെ ഓഫീസിൻ്റെ ഒരു പരിമിതിയുണ്ട്. ഇവിടെ നഗരമായതുകൊണ്ട് വലിയ വാടകയുമാണ്. അപ്പോൾ കൗൺസിലർമാർക്കൊന്നും ഈ വാടകയിൽ തുച്ഛമായിട്ടുള്ള ഈ ഒരു ശമ്പളവും ഇതുള്ളപ്പോൾ ഈ വാടകയ്ക്കകത്ത് വെളിയിൽ നിന്ന് എടുക്കുക എന്നും അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ കൗൺസിലർമാർക്കുള്ള ഒരു ബെറ്ററായിട്ടുള്ള ഓഫീസ്, അവിടെയുള്ള സംവിധാനങ്ങളടക്കം കൗൺസിൽ നൽകണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. രണ്ടാമത്തെ കാര്യം എനിക്കിവിടെ പറയാനുള്ളത്, ഇപ്പം ഞാൻ എം.എൽ.എ. ആയിരുന്ന സമയത്ത് അരുവിക്കര എം.എൽ.എ. ആയിരുന്നപ്പോൾ ആര്യനാട് ഒരു പ്രൈവറ്റ് ബിൽഡിങ്ങിലാണ് എം.എൽ.എ. ഓഫീസിലിരുന്നത്. അത് ഞാൻ മാസം ആര്യനാട് കൊടുത്ത സ്ഥലമായിട്ട് പോലും നല്ല വാടക കയ്യിൽ നിന്ന് കൊടുത്താണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ശ്രീ പ്രശാന്ത് ഇരിക്കുന്നത് കോർപ്പറേഷൻ്റെ സ്ഥലമാണ്. ആ കോർപ്പറേഷൻ എത്ര വാടകയാണ് അദ്ദേഹം കൊടുക്കുന്നത്? ഇപ്പോൾ കോർപ്പറേഷന് തന്നെ ഈ ജവഹർലാലിലോ കവടിയാറിലോ ഒക്കെയുള്ള ഹൗസിംഗ് ബോർഡിൻ്റെ ചെറിയ കടകൾ പോലും 10,000-15,000 രൂപ വാടകയാണ്. ഞാൻ ഈ ജവഹർലാലിലുള്ള ഹൗസിംഗ് ബോർഡിൻ്റെ ഒരു ഓഫീസ് എടുക്കാമെന്ന് അന്വേഷിച്ചപ്പോൾ 15,000 രൂപയാണ് വാടക. അപ്പോൾ ശ്രീ പ്രശാന്ത് എം.എൽ.എ. ഓഫീസിന് വേണ്ടി കോർപ്പറേഷന് കൊടുക്കുന്നത് തുച്ഛമായിട്ടുള്ള കണക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഥവാ ശ്രീ പ്രശാന്തിന് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അത് റീനെഗോഷിയേറ്റ് ചെയ്യണം. ഇവിടെ കടയിടുന്ന ആളുകൾക്ക് കൊടുക്കുന്ന അതേ റേറ്റിൽ തന്നെ ശ്രീ പ്രശാന്ത് എം.എൽ.എ. ഇരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ കോർപ്പറേഷൻ തീരുമാനിക്കട്ടെ. ഇവിടെ കോർപ്പറേഷൻ വഴി വരണമായിരുന്നു ശ്രീലേഖയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട്. അവരുടെ പാർട്ടിയിൽ നിന്നുള്ള പ്രത്യേകിച്ചും ബി മധുസൂദനൻ നായർ പേരുള്ള മുതിർന്ന ആൾക്കാർ അവിടെ തന്നെയുണ്ട്. മധുസൂദനൻ നായർ ഇരിക്കുമ്പോഴാണ് ഇക്കാര്യം വീട്ടിലിരുന്ന് ആലോചിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രീലേഖ മാധ്യമങ്ങളോട് തന്നെ പങ്കുവച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും പാർട്ടിയിൽ തന്നെ ഇപ്പോൾ മേയർ സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത്? ഏറ്റവും ഒടുവിൽ അതൊക്കെ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഇതായിരിക്കുമോ? ആദ്യമേ തന്നെ ഒരു കൗൺസിലറിൻ്റെ ഓഫീസിൽ ഒരു എം.എൽ.എ. ഒന്ന് സോണൽ ഓഫീസിൽ ഇരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. അത് നേരത്തെ ഇടതുപക്ഷത്തിൻ്റെ ബിന്ദു ചേച്ചി, അപ്പുറത്തുള്ള ശ്രീമതി ബിന്ദു ശ്രീകുമാർ കൗൺസിലർ ആയിരുന്നപ്പോഴാണ് ശ്രീ വി.കെ. പ്രശാന്ത് ബൈ ഇലക്ഷൻ ജയിച്ചപ്പോൾ ആ ഓഫീസിലേക്ക് മാറിയത്. അദ്ദേഹത്തിന് എം.എൽ.എ. ഹോസ്റ്റൽ തൊട്ടടുത്ത് ഓഫീസുണ്ട്. അതിനുശേഷം ശ്രീ മധുസൂദനൻ നായർ കൗൺസിലർ ആയപ്പോഴും ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവിടെ തന്നെയാണ് പാർട്ടീഷൻ വെച്ചിരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ശ്രീലേഖ മാഡത്തിന് വന്ന് നേരിട്ട് ആ വിഷയം ഇടപെടാനുള്ള ഒരു ലോക്കൽ സ്റ്റാൻഡേ ഇല്ല. അത് കോർപ്പറേഷൻ തീരുമാനിക്കേണ്ടത്. പക്ഷേ കോർപ്പറേഷൻ എന്ത് വാടക അമൗണ്ടിലാണ് ശ്രീ വി.കെ. പ്രശാന്തുള്ള എം.എൽ.എക്ക് എന്നുള്ള അത് കൊടുത്തെന്നുള്ളത് അറിയണം. ഇവിടെ കോർപ്പറേഷൻ കടമുറി പോലും ഈ ശാസ്തമംഗലം കവടിയാർ കിട്ടണമെങ്കിൽ 10,000-15,000 രൂപ വാടകയുള്ളപ്പോൾ എന്ത് വാടകയ്ക്കാണ് ശ്രീ വി.കെ. പ്രശാന്ത് കോർപ്പറേഷൻ കൊടുത്തെന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇപ്പോൾ 101 കൗൺസിലർമാർ ഇത്തവണയുണ്ട്. ഇതിൽ പലർക്കും സ്വന്തമായിട്ട് ഓഫീസ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ പലരും ചെറിയ ഷെഡുകളിലൊക്കെ ഇരിക്കുന്നവരുണ്ടെന്നുള്ളതാണ് നമുക്ക് അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത്. സീരിയസ് ആയിട്ട് വിഷയമാണ്. ഇപ്പോൾ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ നമുക്ക് വാടക കുറവാണ്, ചെറിയ കടകളുണ്ട്. ഈ നഗരത്തിലെ എല്ലാ കൗൺസിലർമാരും ഇപ്പോൾ ഈ കവടിയാർ, മുട്ടട തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പാർക്കിലുമൊക്കെ ചെറിയ സംവിധാനങ്ങളാണ്. ഒരു വലിപ്പം കുറവാണ്, എന്നാലും വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ പറഞ്ഞത് ബാക്കി പല സ്ഥലങ്ങളിലും ഒരു കൗൺസിലർ നിൽക്കാനുള്ള സംവിധാനം പലയിടത്തുമില്ല. അപ്പോൾ സോണൽ ഓഫീസ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ, മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ കൗൺസിലർമാർക്ക് കൊടുക്കണം. ഒരു കമ്പ്യൂട്ടറിനുള്ള, ഞാൻ എല്ലാവർക്കും വേണ്ടി പറയുകയാണ്, ഒരു കമ്പ്യൂട്ടറും പ്രിൻ്ററും. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഒരു ഫോം പ്രിൻ്റ് ചെയ്യണമെങ്കിലും ഒക്കെ ആവശ്യമുള്ളത്. അപ്പോൾ അതൊന്നും പലർക്കും താങ്ങാൻ കഴിയില്ല. ഇന്ന് രാവിലെ പ്രശാന്തിനോട് സംസാരിച്ചപ്പോൾ പ്രശാന്ത് മേയറായിരുന്ന കാലത്താണ് കൗൺസിലർമാർക്കൊക്കെ സ്വന്തമായിട്ടുള്ളൊരു ഓഫീസ് അങ്ങനെ പലർക്കും ഒക്കെ ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് പ്രശാന്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലതായിരിക്കാം, അതങ്ങനെ ആയിരിക്കാം. പക്ഷേ അതിൽ കൂടുതൽ സൗകര്യങ്ങൾ ആവശ്യമുണ്ട്. ഇപ്പോൾ ഞാൻ ചെറിയ ഉദാഹരണം പറയാം. SIRൻ്റെ പ്രോസസ്സ് നടക്കുകയാണ്. ഇപ്പോൾ എന്നെ തന്നെ എത്ര ആളുകൾ വിളിക്കുകയാണ്.
അപ്പം നമുക്കിപ്പം ഒരുപക്ഷെ ബാക്കി സൗകര്യങ്ങളൊക്കെ വേറെ വഴി അറേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ എത്രയോ കൗൺസിലർമാർക്ക് ഒരു SIR ഫോം കൊണ്ടുവന്നാൽ അവർക്കൊന്ന് നോക്കണമെങ്കിൽ കമ്പ്യൂട്ടർ നോക്കണമെങ്കിൽ സൗകര്യമൊന്നുമില്ല. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഈ കൗൺസിലേഴ്സ് ഏത് പാർട്ടിയാണെങ്കിലും വളരെ ആക്റ്റീവായി നിൽക്കുന്ന ആളുകളാണ്. അവർക്കുള്ള അടിസ്ഥാന സൗകര്യം ഞാൻ മേയറോട് പോലും ഒരു ഇൻഫോർമൽ ആവശ്യമായിട്ട് ആദ്യം പറയുന്നത് കൗൺസിലേഴ്സിന് അടിസ്ഥാന സൗകര്യം അവരുടെ ഓഫീസിൽ ഒരു കമ്പ്യൂട്ടറും പ്രിൻ്ററും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുക്കണം. എന്നാലും ഒരു കൂടുതൽ ഇഫക്റ്റീവായിട്ട് പോകാൻ കഴിയുകയുള്ളൂ. പിന്നെ ഒന്നുകൂടെ പറയുന്നു, ശ്രീ പ്രശാന്തിന് എന്ത് വാടകയ്ക്കാണ് ഇത് മുൻ കോർപ്പറേഷൻ കൊടുത്തെന്നുള്ളത് അറിയാനൊരു ആഗ്രഹം എനിക്കുണ്ട്. എനിക്ക് കണക്കെത്ര എന്നുള്ള അറിയാം, കണക്ക് കേട്ടാൽ നമ്മൾ ഞെട്ടും. ഏതായാലും ശ്രീലേഖ ഇങ്ങനെ ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ ഇതൊരു ഇപ്പോൾ ശബരിനാഥൻ തന്നെ ഈ പറയുന്നുണ്ട്, എല്ലാ കൗൺസിലർമാരുടെ ഒരു പൊതുവായ പ്രശ്നം കൂടിയാണ്. അതുകൂടി ഇനിയിപ്പോൾ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ വരികയാണ്. അത് തീർച്ചയായിട്ടും കൗൺസിലർമാർ എപ്പോഴും ഏറ്റവും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകളാണ് കൗൺസിലർമാർ. അവർക്ക് അല്പം കൂടി ഓഫീസ് സ്പേസ്, പ്രത്യേകിച്ച് നഗരത്തിൽ, ഞാൻ ഈ പറയുന്ന ഈ ശാസ്തമംഗലം, പേരൂക്കട ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് നടക്കുന്ന സ്ഥലമാണ്. ഈ കവടിയാറാകട്ടെ, മുട്ടടയാകട്ടെ, ജഗതിയാകട്ടെ, ഇതൊക്കെ റെൻ്റൽസ് ആർ വെരി ഹൈ. ഇപ്പോൾ വെളിയിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കണം. എനിക്കൊന്ന് പ്രശാന്തും ശ്രീലേഖ മാഡം ഇപ്പോൾ എന്തായാലും ഒരു രമ്യതയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ എത്ര വാടകയാണ് പ്രശാന്ത് കൊടുക്കുന്നത് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. കാരണം ഞാൻ ആര്യനാട് നല്ല വാടക കൊടുത്താണ്, പല MLA മാരും നല്ല വാടക കൊടുത്താണ് താമസിക്കുന്നത്. ഇവിടെ MLA ഹോസ്റ്റൽ തൊട്ടടുത്തുമുണ്ട്. വളരെ വ്യക്തമാണ്. രണ്ട് കാര്യങ്ങളാണ് ശബരിനാഥൻ സൂചിപ്പിച്ചത്. ഒന്ന്, കോർപ്പറേഷൻ്റെ ഓഫീസിൽ വാടകയ്ക്കിലിരിക്കുന്നു. ആ വാടക കെട്ടിടത്തിന് എത്ര രൂപയാണ് VK പ്രശാന്ത് നൽകുന്നു എന്നുള്ളത് അറിയണമെന്നുള്ളൊരു ആഗ്രഹം കൂടി പ്രകടിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഇത് ഈ നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാരുടെയും പ്രശ്നമാണ്. ആർക്കും തന്നെ സ്വന്തമായിട്ടുള്ള ഒരു നല്ലൊരു ഓഫീസില്ല, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമുണ്ട്. അതെന്തായാലും പരിഹരിക്കപ്പെടണമെന്നുള്ള ആവശ്യം കൂടിയാണ് എന്തായാലും KS ശബരിനാഥൻ ഉന്നയിച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.